ഹലോ സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ തുടക്കം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലുണ്ടോ ഞാൻ ജ്യൂസ് അടിക്കാൻ പോവുകയാണെന്ന്. ജ്യൂസ് മാത്രമല്ല, നമ്മൾ നേരെ ഐസ്ക്രീം കൂടി ഉണ്ടാക്കാൻ പോവാണ്. അതും വെറും ഐസ്ക്രീമല്ല, ആപ്പിൾ ഐസ്ക്രീം. നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല ഈ ഫ്ലേവർ. ഞാനും കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. ഞാനൊന്ന് പുറത്ത് പോയി വന്നതായിരുന്നു. എന്തേന്ന് ചൂടേറെ, ഇമ്മാതിരി ചൂട് അടുത്ത കാലത്തൊന്നും ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ കരുതി ഐസ്ക്രീം കഴിക്കാൻ. പിന്നെ വിചാരിച്ചു എന്തിനാ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കണം, വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കാമല്ലോ. ആദ്യമൊക്കെ ഇതുപോലെ ചെറുതാവുമ്പോൾ ഉണ്ടാക്കലുണ്ടെന്നല്ലോ. അപ്പോൾ വെച്ച് ഞാനത് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ, ഒരു ജ്യൂസ് അടിക്കാൻ വെച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിങ്ങോട്ട് പോന്നു. എത്തിയപ്പോൾ തന്നെ ചട്ടിയിലേക്ക് ചടി എന്നോട് അമ്മ ചോദിച്ചു എന്താ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനൊരു ജ്യൂസ് അടിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ജ്യൂസ് അടിക്കാൻ നേരത്താണ് അവർ പറഞ്ഞത് അച്ഛനും അമ്മീന് പുറത്ത് പോവുകയാണെന്ന്. അപ്പം ഞാൻ കരുതി എന്തായാലും വേണ്ട, വൈകുന്നേരം കുടിക്കാമല്ലോ എന്ന് കരുതി നമ്മൾ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വൃത്തിയാക്കി മാറ്റിയൊക്കെ എന്താ നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്കെന്തോ കഴുകിയതിലൊരു തൃപ്തി വരാത്തതുകൊണ്ട് വീണ്ടും ഒന്നും കൂടി കഴുകാമെന്ന് കരുതി. അപ്പം ഞാൻ ആ വെള്ളത്തിലേക്ക് ഒന്ന് പീസാക്കിയിട്ട് ചെറുതായിട്ട് ഞാൻ വിചാരിച്ചത് എന്തും കൂടി ഒരുമിച്ചാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ആപ്പിൾ എന്നത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മുന്തിരിൻ്റെ പണി തുടങ്ങി. പറയാൻ പറഞ്ഞല്ലേ, മുന്തിരി ജ്യൂസാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരല്പം വെള്ളം എടുത്ത് മുന്തിരി കഴുകി വെക്കാമെന്ന് കരുതി. പിന്നെ അങ്ങോട്ട് കഴുകലായിരുന്നു. എത്ര കഴുകിയിട്ടോ എൻ്റെ മേലെയുള്ള വെള്ള കളർ പോകില്ലെന്നേ. അവസാനം പ്രാന്തരിച്ച് അമ്മയോട് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു അതങ്ങനെ തന്നെയാണ്, അത്രയൊന്നും പോകില്ല. അങ്ങനെ മുന്തിരി ഏകദേശം വൃത്തിയായപ്പോൾ ഞാൻ അത് പതിയെ അങ്ങോട്ട് മാറ്റി വെച്ചു. എനിക്കെന്തോ ആ ഫ്രൂട്ട്സിൻ്റെ തോലുകൾ അവിടെ കണ്ട് സഹിക്കുന്നില്ല. അപ്പം ഞാൻ കരുതി അത് കളഞ്ഞു വന്നിട്ട് വേണം ബാക്കി പണിയെടുക്കാൻ. അങ്ങനെ ഓടിപ്പോയി ഞാനത് കളഞ്ഞു വന്നു. ഒന്നും നോക്കിയില്ല, ഒറ്റ ചാട്ടമായിരുന്നു നേരെ ആപ്പിളിലേക്ക്. ഞാൻ അധികം ഷുഗറൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തിരുന്നു. കാരണം എന്താ വെച്ചാൽ ഫ്രൂട്ടിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് മതി, കൂടുതൽ മധുരം ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് മാറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത്. നമ്മളെ ആപ്പിൾ ജ്യൂസ് റെഡിയായി. അപ്പം ഞാൻ കരുതി അത് ക്യൂബ് ഉണ്ടാക്കണ പ്ലേറ്റിലേക്ക് ഒഴിച്ചു. വെറുതെ നല്ല കേട്ടോ, കാരണം പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് അത് ഫ്രീസായി കിട്ടുമല്ലോ. അത് ഫ്രിഡ്ജിൽ വെച്ച് ഓടി വന്ന് ഞാൻ പിന്നെ ചടിയത് ഈ മുന്തിരി ചട്ടിയിലിരിക്കായിരുന്നു. മറ്റേ സിനിമയിൽ ഓരോ അരിമണിയും ഞാൻ നുള്ളിപ്പെറുക്കിയെന്ന് പറഞ്ഞ പോലെ അതിൽ ഓരോ മുന്തിരിയും ഞാൻ വാരിയെടുത്ത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. സ്വല്പം വെള്ളം കൂടി കൂട്ടി ഞാനൊരു അടി അങ്ങ് അടിച്ചു കൊടുത്തു. എന്തൊരു ഭംഗിയിലെന്നറിയോ ആ ജ്യൂസ് പൊന്തിയെന്ന്, അടിപൊളിയായിരുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ മിഷൻ സക്സസ്. അങ്ങനെ ഞാൻ ആ ജ്യൂസ് എടുത്ത് നല്ലൊരു കപ്പിലേക്ക് മാറ്റുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ കപ്പിലേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞ് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇത്രയുള്ള അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ടാറ്റാ.